പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം തന്നോട് പറഞ്ഞ വാക്കുകൾ ചിന്തിച്ചുകൊണ്ട് തന്നെ രാധക്ക് ഭയങ്കര സങ്കടമായിക്കൊണ്ട് രാധ നിർത്താതെ ഇങ്ങനെ കള്ളൊക്കെ കുടിക്കുകയാണ്. ജീന ചോദിക്കുന്ന സമയത്തിന് രാധ പറയുന്നുണ്ട്, വിക്രത്തിനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്നിട്ട് അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ വേദ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയട്ടോ രാധ. അന്നേരം ജീന ചോദിക്കുന്നുണ്ട്, എന്താ രാധ നിനക്ക് പറ്റിയത്? നിന്റെ അച്ഛനെ പോലെ നീ ഇങ്ങനെ കുടിക്കാനാണോ നിന്റെ പ്ലാന്? നീ ഇങ്ങനെ കുടിച്ച് നശിക്കല്ലേ എന്ന് പറയുന്ന സമയത്തിന് രാധ പറയുന്നുണ്ട്, ഞാൻ വിക്രമിനെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നറിയാമോ? കുട്ടിക്കാലം മുതൽ ഞാൻ പ്രണയിച്ചതാണ് വിക്രമിനെ. അവനെ എനിക്ക് വേണം. കുഞ്ഞുനാൾ മുതൽ ഞാൻ അവനെ സ്നേഹിച്ച് അവൻ്റെ പുറകെ നടന്ന പെട്ടെന്നൊരു നിമിഷം അവൻ വന്നിട്ട് അവന് എന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ അവനെ മറക്കാൻ പറ്റുമോ? ജീനെ, നിനക്കറിയാലോ ഞാൻ എത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് പോലും അവൻ എന്നെ സ്നേഹം കണ്ടില്ല. അവൻ എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്? ഇനി എനിക്കങ്ങ് മരിച്ചാൽ മതി. കുടിച്ച് കുടിച്ച് ഞാൻ അങ്ങ് തീർന്നു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടോ രാധ. രാധയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ജീനക്കും ഭയങ്കര സങ്കടമായിരിക്കും. രാധ ഏതായാലും കുറേ അധികം കുടിച്ച് ഒട്ടും അന്നങ്ങ് ബോധമില്ലാതാവുന്നുണ്ട്. ജീന ഏതായാലും രാധയെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ട് നേരെ തിരിച്ച് രാധയുടെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കും. ജീന രാധയുമായി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന് ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായതൊരു രാധയുടെ അച്ഛനും അമ്മയൊക്കെ ഒട്ടും ബോധമില്ലാതെ രാധേനെ ഇങ്ങനെ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരുന്നതും കണ്ട് എന്താ സംഭവിച്ചത് മോൾക്ക് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാധയുടെ അമ്മ കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അയ്യോ എൻ്റെ മോൾക്ക് ഇത് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്ന സമയത്തിന് ജീന പറയുന്നുണ്ട്, ഇവളെ പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോയി കടത്തമ്മേ. കുടിച്ച് ബോധം കെട്ട് രാധ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിക്രമിനെ എനിക്ക് വേണം, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിക്രമിനെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ് രാധ. എന്നാൽ വീണ്ടും ആവർത്തിച്ച് വിക്രമിന്റെ പേര് പറയുന്നത് കേൾക്കുന്ന സമയത്തിന് രാധയുടെ അമ്മക്ക് അങ്ങ് ദേഷ്യം വരട്ടോ. എന്നിട്ട് ജീനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവൾക്ക് ഇത് എന്താ പറ്റിയത്? ഇവൾ കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും. എന്തിനാ ഇവളിങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ജീന പറയുന്നുണ്ട്, രാധ ഒരു പക്ഷേ വിക്രം ചേട്ടനെ കാണാൻ പോയിട്ടുണ്ടാവും. വിക്രം ചേട്ടൻ ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് ഇവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവൾ ഈ പറയുന്നത്. വിക്രം ചേട്ടൻ ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവൾ ബോധമില്ലാതെ കുടിച്ച് ലെക്ക് കെട്ടത് എന്നിങ്ങനെ ജീന പറയുന്നത് കേൾക്കുന്ന സമയത്തിൻ്റെ രാധയുടെ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കട്ടോ. രാധയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയാണ് രാധയുടെ അമ്മ. അപ്പോഴേക്കും ജീന പറയുന്നുണ്ട്, അമ്മ ഇനി രാധേനെ വഴക്ക് പറയാനൊന്നും നിൽക്കണ്ട, അവളുടെ വിഷമം കൊണ്ട് അവൾ കുടിച്ചതാണ്. കുറച്ച് കാലം കഴിയുമ്പോഴേക്കും വിക്രമേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അവൾ മനസ്സിൽ നിന്നങ്ങ് മായ്ച്ചു കളഞ്ഞോളും. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജീന അവിടെ നിന്ന് പോവും. പിന്നീട് കാണിക്കുന്നത് വേദയായിരിക്കും. വേദ വിക്രമിനെ കാത്തുകൊണ്ടതിന് പുറത്ത് ആ ഒരു കൈവരിയിൽ തന്നെ ഇങ്ങനെ കാത്തിരിക്കാണ്. കുറേ അധികം രാത്രിയായതിനു ശേഷമായിരിക്കും വിക്രം വീട്ടിലേക്ക് കയറി വരുന്നത്. വിക്രം അകത്തേക്ക് കയറി വന്നതിന് ശേഷം കുളിച്ച് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. ആ സമയത്തിന് വേദ ദേഷ്യത്തോടു കൂടി തന്നെ വിക്രത്തിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ ചോറ് വലിച്ചെറിയാനാണെങ്കിൽ ഇവിടെ ചോറില്ല എന്ന് പറയും. അപ്പോഴേക്കും കുറ്റബോധത്തോടു കൂടി തന്നെ വിക്രം പറയുന്നത്, ഉച്ചക്ക് നീ എൻ്റെ നേർക്ക് നീട്ടിയ ചോറ് ഞാൻ ഒരിക്കലും വലിച്ചെറിയാൻ പാടില്ലായിരുന്നു. എന്നിട്ട് വേദയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ സോറി എന്ന് പറയാട്ടോ വിക്രം. ഇത് കേൾക്കുന്ന സമയത്തിന് വേദക്കൊരു ഞെട്ടലായിരിക്കും. അത്ഭുതത്തോടു കൂടിയായിരിക്കട്ടെ വേദ വിക്രമിനെ നോക്കുന്നത്. വേദ പറയുന്നുണ്ട്, സോറി പറഞ്ഞാൽ മാത്രം തീരുന്ന കാര്യമാണോ നിങ്ങൾ ചെയ്തത്? എത്രമാത്രം ദേഷ്യം വന്നാലും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറയാണ് വേദ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അതിനു വേണ്ടി നീ എന്ത് ശിക്ഷ തന്നാലും ഞാൻ അത് സ്വീകരിച്ചോളാം എന്ന് പറയും. അറിയാതെ പറ്റിപ്പോയതാ, ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങളിരിക്കും ഞാൻ ചോറ് വിളമ്പിത്തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രമിനുള്ള ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് വേദ. വിക്രം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്തിന് വേദ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് ഭക്ഷണത്തോട് ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ അതിനു വേണ്ടിയിട്ട് എന്ത് ശിക്ഷ തന്നാലും ചെയ്തോളാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അതെ, നിങ്ങൾ എൻ്റെ കൂടെ ഒരിടം വരെ വരണം, അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്ന് പറയും. അപ്പോഴേക്കും വിക്രം അമ്പരപ്പോടെ ഇങ്ങനെ വേദയെ നോക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അത് വേണമെന്ന് ചോദിക്കുന്ന സമയത്തിന് തീർച്ചയായും വേണമെന്ന് പറയാട്ടോ വേദ. ഞാൻ എന്ത് ശിക്ഷ തന്നാലും നിങ്ങൾ സ്വീകരിക്കാമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, ആ ശരി ഏതായാലും കേൾക്കാം, എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്തിന് അത് പോകുമ്പോൾ പറയാമെന്നാണ് കേട്ടോ വേദ പറയുന്നത്. നിങ്ങളിപ്പോൾ തൽക്കാലം ചോറ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു വിക്രത്തിന് ചോറ് വിളമ്പി കൊടുത്തുകൊണ്ട് തന്നെ വേദ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വിക്രം ചോറ് കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കട്ടോ വേദ. വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്ന സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? നീ ചോറ് കഴിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വേദ പറഞ്ഞിട്ട്, ആഹാ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നോട് ചോറ് കഴിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഏതായാലും ചോറ് കഴിച്ചു, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനൊന്നും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴേക്കും വിക്രം ഒന്നും മിണ്ടുന്നില്ലട്ടോ. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം പാത്രം കൊണ്ടുപോയി വെച്ചതിന് ശേഷം വിക്രം നേരെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വിക്രവും വേദ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് മാറ്റിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാട്ടോ. രണ്ടുപേരും റെഡിയായി കൊണ്ടുവരുന്നതും കണ്ടുകൊണ്ടതിന് നന്ദിനി ചോദിക്കുന്നത്, അല്ല നിങ്ങളിത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ വേദ പറഞ്ഞിട്ട്, അത് പിന്നെ ഞാനും എൻ്റെ വിക്രം ചേട്ടനും കൂടി ഒരിടം വരെ പോവാ, എന്താ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പാടില്ലേ എന്ന് ചോദിക്കും വേദ. അപ്പോഴേക്കും നന്ദിനി ഇങ്ങനെ അമ്പരപ്പോട് കൂടെ ചോദിക്കുന്നുണ്ട്, എന്ത് വിക്രമിൻ്റെ കൂടെയോ എങ്ങോട്ടേക്ക് എന്ന് ചോദിക്കും.
അപ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രമിനെ ഒന്ന് നോക്കിയിട്ട് നാണത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ട് എൻ്റെ നന്ദിനിയെടുത്തി, അതൊക്കെ ഇന്നലെ രാത്രി സംഭവിച്ചതാന്ന് പറയുന്ന സമയത്തിന് നന്ദിനിക്ക് ഒരു ഷോക്കായിരിക്കും. നന്ദിനി വീണ്ടും ആകാംക്ഷയോട് കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, ഷോ ഇന്നലെ രാത്രി അതൊക്കെ സംഭവിച്ചു. ഈ നന്ദിനിയെടുത്തിയുടെ ഒരു കാര്യം, ഈ നന്ദിനിയേട്ടത്തേക്ക് എന്തൊക്കെ അറിയണമെന്നിങ്ങനെ നാണത്തോടെ വേദ ചോദിക്കുന്ന സമയത്തിന് ആകെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഷോക്കായി നിൽക്കാട്ടോ നന്ദിനി. വേദ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇച്ചിരി ചിരിക്കാണ്. എന്നിട്ട് നന്ദിനിയോട് പറഞ്ഞിട്ട്, അതെ ഞാൻ പോയി നോക്കട്ടെ, വിക്രം റെഡിയായോ ഒന്ന് പോയി നോക്കട്ടെ. ശരി എന്നാൽ ഞങ്ങൾ പോവാണ്, അതെ ഞങ്ങൾ തിരിച്ചെത്താൻ ഇത്തിരി വൈകും, ഞാൻ ഏതായാലും വിക്രം ചേട്ടൻ്റെ അടുത്തേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ വേദ അവിടെ നിന്നങ്ങ് പോവാണ്. വേദ നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതെ ഞാൻ റെഡിയായി, നമ്മൾ ഇറങ്ങുമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വിക്രത്തിന് മനസ്സിൽ ദേഷ്യമായിരിക്കട്ടെ. വിക്രം ചോദിക്കുന്നുണ്ട്, നീ മനഃപൂർവ്വമല്ലേ എന്നെ ഇങ്ങനെ വേഷം കെട്ടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഏതായാലും നിനക്ക് വാക്ക് തന്നു പോയില്ലേ, നീ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം പോകുന്ന സമയത്തിന് ചിരിച്ചുകൊണ്ട് വേദ വിക്രമിൻ്റെ പുറകെ പോകും. അങ്ങനെ വിക്രം വേദയെ റെഡിയായി വരുന്നതെല്ലാം തന്നെ നന്ദിനി കാണുന്നുണ്ടായിരുന്നു. നന്ദിനിയെടുത്തിനെ ചൊളിപ്പിക്കാൻ വേണ്ടിയിട്ട് വേദ ഏതായാലും വിക്രമിൻ്റെ കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. എന്നാൽ രണ്ടുപേരും ഇഴുകിച്ചേർന്നിങ്ങനെ നടന്നു വരുന്നത് കാണുന്ന സമയത്തിന് നന്ദിനിക്ക് അസൂയയും കുശുമ്പും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നാൽ വിക്രമിന് അങ്ങ് ദേഷ്യം വരാട്ടോ, കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ട്, എന്താടി എൻ്റെ കയ്യിൽ നിന്ന് വിടടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം ഇങ്ങനെ വിടിയിപ്പിക്കാൻ നോക്കുന്ന സമയത്തിന് വേദ വിക്രമെ ഇങ്ങനെ ചേർത്ത് ഇഴുകി പിടിക്കും. അങ്ങനെ വിക്രവും വേദയും നേരെ ബൈക്കിലേക്ക് വന്ന് കയറുന്ന സമയത്തിന് വേദ ചിരിച്ചുകൊണ്ട് തന്നെ നന്ദിനി അടുത്തേക്ക് ഇങ്ങനെ ടാറ്റയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ഒത്തൊരുമിച്ച് പോകുന്നത് കാണുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വരട്ടെ. നന്ദിനി പോകുന്നതിന് മുൻപായിട്ടും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ രണ്ടുപേരും ഇത് എങ്ങോട്ടേക്കായി പോകുന്നത്, പറഞ്ഞിട്ട് പോ എന്ന് പറയുന്ന സമയത്തും രണ്ടുപേരും ഒന്നും മിണ്ടാതെ വേദ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ വിക്രമിൻ്റെ കൂടെ അവിടെ നിന്നങ്ങ് പോവും. ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ നന്ദിനിക്ക്. നന്ദിനി നേരെ ഈ ഒരു കാര്യം ചൂടോട്ടത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് രാധയെ വിളിക്കുന്നുണ്ട്. എന്നാൽ രാധ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. നന്ദിനിക്ക് ദേഷ്യം വരട്ടെ. നന്ദിനി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട്, എടി വേദേ നീ അങ്ങനെ വിക്രമിൻ്റെ കൂടെ സുഖിച്ച് ജീവിക്കാമെന്നൊന്നും വിചാരിക്കണ്ട, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ എന്നേക്കുമായിട്ട് പിരിക്കും, നിങ്ങൾ രണ്ടുപേരെയും പിരിച്ചിട്ട് ഇനി ഞാൻ വെറുതെ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി നേരെ രാധയെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട്. ഓട്ടോ സ്റ്റാൻഡിലൊന്നും രാധയെ കാണാത്ത സമയത്തിന് നന്ദിനി രാധയെ പറ്റിയിട്ട് അന്വേഷിക്കുന്ന സമയത്തിന് രാധ ഇന്ന് ഓട്ടത്തിന് വേണ്ടിയിട്ട് വന്നിട്ടില്ല എന്ന് പറയും. അപ്പോഴേക്കും രാധ വീട്ടിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നന്ദിനി പറയുന്നത്, എന്നാൽ പിന്നെ വണ്ടി എടുക്കുക ചേച്ചി, നമുക്ക് രാധയുടെ വീട് വരെ ഇന്ന് പോകണമെന്ന് പറയും. ആ സമയത്തിന് ജീന ചോദിക്കുന്നുണ്ട്, അത് വേണോ നന്ദിനി ചേച്ചി എന്ന് ചോദിക്കുന്ന സമയത്തിന്, നീ വണ്ടി എടുക്കുക, എനിക്ക് ഏതായാലും രാധയെ കാണണം, എനിക്കിന്ന് അവളെ കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വാശിയിലായിരിക്കട്ടെ നന്ദിനി. എനിക്ക് ഏതായാലും അവളെ അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജീനയുടെ കൂടെ തന്നെ ആയിരിക്കട്ടെ നന്ദിനി നേരെ രാധയുടെ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മദ്യപിച്ച് ലെക്ക് കൊട്ടുകൊണ്ട് തന്നെ ആകെ കുടിച്ച് കൂത്താടിയിട്ടായിരിക്കട്ടെ രാധ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് രാധ എഴുന്നേൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കട്ടെ രാധ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്തിന് വളരെയധികം ദേഷ്യത്തോടു കൂടി ആയിരിക്കട്ടെ രാധയുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്നത്. രാധയുടെ അമ്മ ചോദിക്കുന്നത്, നീ ഇന്നലെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്ന് നിനക്ക് വല്ല ബോധമുണ്ടോടി, നിന്റെ അച്ഛൻ്റെ അതേ സ്വഭാവം എന്താടി നിനക്കും തുടങ്ങിയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രാധക്ക് സങ്കടമായിരിക്കട്ടെ. രാധ പറയുന്നത്, അതമ്മേ എനിക്കൊരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ അറിയാതെ കുടിച്ചതാന്ന് പറയും. അമ്മേ ഞാൻ ഇന്നലെ അത്രമാത്രം വിഷമം എൻ്റെ മനസ്സിൽ തട്ടിയത് കൊണ്ട് മാത്രം കുടിച്ചതാ, അല്ലെങ്കിൽ പിന്നെ ഈ മോളെ അമ്മക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് രാധയുടെ അമ്മക്ക് അങ്ങ് വല്ലാതാവട്ടോ. രാധയുടെ അമ്മ പറഞ്ഞിട്ട്, മോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, മോളില്ലാതെ ഈ അമ്മക്ക് പിന്നെ ആരാ ഉള്ളത്, മോൾ ഒരിക്കലും അരുതാത്തതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കല്ലേ എന്നിങ്ങനെ രാധയുടെ അമ്മ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ മുറ്റത്ത് ഓട്ടോയിൽ വന്നിട്ട് നന്ദിനി ഇറങ്ങുന്നത്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ജീനയുടെ കൂടെ തന്നെ നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്ന സമയത്തിന് രാധയുടെ അമ്മക്കൊരു ഷോക്കായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നത്, അല്ല ഇവൾ ഇതെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറയും. ഏതായാലും ജീനയുടെ കൂടെ തന്നെ നന്ദിനി രാധയെ കാണാൻ വന്ന് നിൽക്കുന്ന ആ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. വിക്രമും വേദയും അടുത്തു എന്ന കാര്യങ്ങളെല്ലാം തന്നെ രാധയെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വാർത്ത കേൾക്കുന്നതോടുകൂടി തന്നെ രാധയുടെ അവസ്ഥ ഒരു ഭ്രാന്തി ഇളകിയതുപോലെ ആവും.